ചേർപ്പ് പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടന്നു. പെരുമ്പിളിശ്ശേരിയിൽ നിന്ന് വാദ്യമേളങ്ങളോടെയാണ് റാലി നടന്നത്. പെരുമ്പിളിശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച റാലി തായംകുളങ്ങരയിൽ സമാപിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 22 സ്ഥാനാർത്ഥികൾ, 4 ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികൾ, 2 ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ എന്നിവർ പങ്കെടുത്ത റാലിയിൽ നിരവധി പേർ അണിനിരന്നു. റാലിക്ക് ശേഷം മഹാത്മാ മൈതാനിയിൽ നടന്ന പൊതുസമ്മേളനം CPI ദേശീയ കൌൺസിൽ അംഗവും മുൻ മന്ത്രിയുമായ KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സഖാവ് നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഏപ്രിൽ 5-ാം തീയതി അധികാരത്തിൽ വന്നു. അപ്പോൾ ആ ഗവൺമെന്റിന്റെ ആദ്യത്തെ നിയമസഭയിലെ നയപ്രഖ്യാപനം, ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ ഒരു നയപ്രഖ്യാപനം ഗവർണറാണ്, അതിൻ്റെ ഭരണഘടനാപരമായി അങ്ങനെയാണ് ഗവർണറാണ് പറയുക. ഗവർണർ പറയുമ്പോൾ എൻ്റെ സർക്കാർ എന്ന് പറയും. അപ്പം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപനം, ആ നയപ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ ബജറ്റ് അന്നത്തെ ധനകാര്യമന്ത്രി സഖാവ് അച്യുത മേനോൻ അവതരിപ്പിക്കും. അത് ഇതിൽ നിന്നുകൊണ്ടാണ്. അതാണ് നമ്മൾ തുടർന്നു പോകുന്നത്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്നീട് വന്ന ഓരോ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ജനങ്ങളുടെ ക്ഷേമം, ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുക, അതാണ് ക്ഷേമം എന്ന് പറയുമ്പോൾ ജീവിതം മെച്ചപ്പെടുത്തുക, തൊഴിലുണ്ടാവണം, തൊഴിൽ ചെയ്ത കൂലി കിട്ടണം, കുടുംബം പുലർത്താൻ കഴിയണം, ഭക്ഷണം കൃത്യമായി ഭക്ഷണം കിട്ടണം, ഇപ്പോൾ റേഷൻ സമ്പ്രദായം, റേഷൻ കടകൾ, തൊഴിൽ വ്യാപകമായി തൊഴിൽ ചെയ്താൽ പോരാ, തൊഴിൽ ചെയ്യുമ്പോൾ കൂലി കിട്ടണം, ആ കൂലിക്ക് ഒരു നിശ്ചിതമായ ഉറപ്പുണ്ടാകണം, അങ്ങനെ മിനിമം വേതന നിയമം വരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളിൽ ജനങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുക. അതിൻ്റെ തുടർച്ചയാണ് കുട്ടികൾക്കെല്ലാം സാർവത്രികമായി വിദ്യാഭ്യാസം, മെച്ചപ്പെട്ട ആശുപത്രി, ചികിത്സാ സൗകര്യങ്ങൾ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ജനങ്ങളുടെ ജീവിതത്തെ, അതായത് സർവീസ് മേഖലകൾ, സേവന മേഖലകൾ അങ്ങനെ കെട്ടിപ്പടുത്ത ഒരു കേരളത്തിൻ്റെ വികസനം, എല്ലാ തൊഴിൽ മേഖലകളെ പ്രത്യേകിച്ച് പരമ്പരാഗതമായി തൊഴിലെടുക്കുന്ന എല്ലാ മേഖലകളെയും ഒന്നുകൂടി പുഷ്ടിപ്പെടുത്തണം. CPI നേതാവ് നാരായണദാസ് അധ്യക്ഷനായി. CPM നേതാക്കളായ AS ദിനകരൻ, KK അനിൽ, PK ലോഹിതാക്ഷൻ, അഡ്വക്കേറ്റ് KG സന്തോഷ് കുമാർ, അഡ്വക്കേറ്റ് AV സഹദേവൻ, CPI നേതാക്കളായ KK ജോബി, PS സനത്, ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.